ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുര സുന്ദര്यै നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ദേവിയും രക്തബീജനുമായിട്ടുള്ള യുദ്ധത്തിൽ രക്തബീജന് ദേവിയുടെ ആയുധങ്ങളെല്ലാം കൊണ്ട് മുറിയുന്ന ഓരോ ഭാഗത്തു നിന്നും വീഴുന്ന ഓരോ തുള്ളിക്കും ഓരോരോ രക്തബീജന്മാരുണ്ടാകുന്നെന്നും ആ രക്തബീജന്മാരെ ദേവിയോട് കാളിയോട് ഭഗവതി പറഞ്ഞു, അല്ലയോ ഭദ്രകാളി, നീ ചണ്ടമുണ്ടന്മാരെയൊക്കെ കൊല്ലുന്നവളല്ലേ, അതുകൊണ്ട് നീ ആ രക്തബീജൻ്റെ ഉണ്ടാകുന്ന രക്തം മുഴുവൻ നിൻ്റെ വായെ വിസ്തീർണം ചെയ്ത് ആ വായ തുറന്ന് ആ രക്തത്തെ മുഴുവൻ കുടിച്ചു തീർക്കുക. അങ്ങനെ ഏതെങ്കിലും തുള്ളി വീണ് ഏതെങ്കിലും രക്തബീജന്മാരുണ്ടായാൽ ആ അസുരനെ നീ ഭക്ഷിക്കുകയും ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വായെ വിസ്തീർണമാക്കൂ എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഇനി അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ ശ്ലോകം എടുത്തിട്ട് അർത്ഥം നോക്കാം. ആദ്യം ആ ശ്ലോകങ്ങൾ മുഴുവനൊന്ന് വായിക്കാം. മച്ഛസ്ത്രപാദ സംഭൂതാൻ രക്തബിന്ദൂൻ മഹാസുരാൻ രക്തബിന്ദോ പ്രതീച്ഛത്വം വക്ത്രേണാനേന വേഗിന ഭക്ഷയന്തി ചരരണേ തതുൽപ്പന്നാൻ മഹാസുരാൻ ഏവമേഷ ക്ഷയം ദൈത്യക ക്ഷീണരക്തോ ഗമിഷ്യതി ഭക്ഷ്യമാണാസ്ത്വയാ ചോഗ്രാഹനചോ വത്സ്യന്തി ചാപരേ ഇത്യുക്ത്വാ താം തതോ ദേവി ശൂലേനാഭിജഘാനതം മുഖേന കാളീ ജഗൃഹേ രക്തബീജസ്യ ശോണിതം തതോ സാ വാജഗാനാഥ ഗദയാ തത്ര ചണ്ഡികാം ന ചാസ്യാ വേദനാം ചക്രേ ഗദാപാദോൽപികാമപി തസ്യാ ഹതസ്യ ദേഹാത്തോ ബഹുശുസ്രാവശോണിതം യതസ്തതസ്ത്വത്രേണ ചാമുണ്ഡാ സംപ്രതീച്ഛതി മുഖേ സമുദ്ഗതായസ്യാഹ രക്തപാദാൻ മഹാസുരാഹ താംശ്ചഖാദാത ചാമുണ്ഡാ പപൗ തസ്യ ച ശോണിതം ദേവീ ശൂലേന വജ്രേണ ബാണൈരസിവൃഷ്ടിഭിഃ ജഘാനരക്തബീജം തം ചാമുണ്ഡാ പീതശോണിതം സപപാദമഹീ പൃഷ്ഠേ ശസ്ത്രസംഘസമാഹതാം നീരക്തശ്ച മഹീപാല രക്തബീജോ മഹാസുരഃ തതസ്തേ ഹർഷമതുലം അവാബുസ്തൃദശാ നൃപാം ഹതേ മാതൃഗണസ്തസ്മിൻ അനർത്ഥാശ്രങ്മദോത്ഥതാം. ഇതാണ് ഓം വിധി ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മാഹാത്മ്യേ രക്തബീജവധോ നാമാഷ്ടമോധ്യായഃ. ഹരി ഓം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇനി ഓരോ ശ്ലോകം എടുത്ത് പിരിച്ചു പറഞ്ഞ് അതിനെ ഒന്നുകൂടെ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം. മത് ശസ്ത്രപാത സംഭൂതാൻ. മത് എൻ്റെ ശസ്ത്രപാദം, എൻ്റെ ശസ്ത്രങ്ങളേറ്റു മുറിഞ്ഞ, അപ്പോൾ സംഭൂതാൻ അപ്പോഴുണ്ടായ രക്തബിന്ദൂൻ മഹാസുരനായ ബിന്ദുൻ്റെ രക്തബിന്ദുക്കളെ പ്രതീച്ഛത്വം അങ്ങ് സ്വീകരിച്ചാലും അല്ലെങ്കിൽ അതിനെ ഗ്രഹിച്ചാലും വക്ത്രേണാനേന വേഗത്തിൽ നീ നിൻ്റെ വായിലേക്ക് സ്വീകരിച്ചാലും ഗ്രഹിച്ചാലും ഈ ദേവിയുടെ കയ്യിലുള്ള അസ്ത്രങ്ങളൊക്കെ കൊണ്ട്
രക്തബീജനെ താടിച്ചപ്പോൾ അല്ലെങ്കിൽ ഇത് ചെയ്തപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന രക്തത്തുള്ളികളെയൊക്കെ നീ സ്വീകരിച്ചാലും അത് അമശസ്ത്രപാത സംഭൂത എൻ്റെ ശസ്ത്രങ്ങളാൽ ഉണ്ടാകുന്ന മഹാസുരനായ രക്തബിന്ദൻ്റെ രക്തബിന്ദുക്കൾ നീ സ്വീകരിച്ചാലും പ്രതീച്ഛത്വം അങ്ങ് സ്വീകരിച്ചാലും വക്ത്രേണ അനേന വേഗിത വേഗിത എന്നും വേഗിന എന്നും പാഠഭേദമുണ്ട്. അപ്പം എത്രയും വേഗം നീ നിൻ്റെ മുഖത്തിലേക്ക് ഗ്രഹിച്ചാലും, മുഖം എന്നിവിടെ പറയുന്ന വായാണ്. വക്ത്രം വധ എന്ന ക്രിയ, വധിക്കുക എന്ന് പറഞ്ഞാൽ പറയുക, സംസാരിക്കുക, അതിൽ സംസാരം കൊണ്ട് ത്രാണനം ചെയ്യുന്ന അതുകൊണ്ടാണ് അതിന് വക്ത്രം എന്ന് പേര് വന്ന വായിക്ക്. അപ്പോൾ വക്ത്രത്തിൽ ആ വായിലേക്ക് നീ സ്വീകരിച്ചാലും വേഗത്തിൽ മച്ഛസ്ത്രപാത സംഭൂതാൻ രക്തബിന്ദൂൻ മഹാസുരാൻ രക്തബിന്ദോ പ്രതീച്ഛത്വം വക്ത്രേണാനേന വേഗിനാം. അടുത്ത ശ്ലോകം ഭക്ഷയന്തി ചരരണേ തതുൽപ്പന്നാൻ മഹാസുരാൻ ഏവമേഷ ക്ഷയം ദൈത്യക ക്ഷീണരക്തോ ഗമിഷ്യതി. ഭക്ഷയന്തി ഭക്ഷിച്ചോ ചരരണേ ആ രണത്തിൽ, രണം യുദ്ധത്തിൽ നടന്നുകൊണ്ടിരുന്ന ആ അസുരന്മാരെ ഉണ്ടാകുന്ന അസുരന്മാരെ ഭക്ഷയന്തി ഭക്ഷിച്ചു കൊണ്ടിരിക്കുക. ഏവം യേഷാ ക്ഷയം ദൈത്യ. അങ്ങനെ ആ രക്തമെല്ലാം പോയി കഴിയുമ്പം ദൈത്യൻ ആ അസുരൻ ക്ഷീണിതനാകും. അപ്പോൾ അവന് രക്തമില്ലാത്തവനായിത്തീരും. ക്ഷീണരക്തോ ഗമിഷ്യതി, അവൻ രക്തം ഇല്ലാഞ്ഞിട്ട് ക്ഷീണിതനായിത്തീരും. ഭക്ഷയന്തി ചരരണേ തതുൽപ്പന്നാൻ മഹാസുരാൻ ഏവം യേഷ ക്ഷയം ദൈത്യ തത് ഉൽപ്പന്നാൻ തതുൽപ്പന്നാൻ. ഏവം ഇപ്രകാരം യേഷ അവൻ ക്ഷയം ആ ദൈത്യൻ ക്ഷയിക്കും, നശിക്കും. ക്ഷീണരക്തോ രക്തമില്ലാതെയായി അവൻ ക്ഷീണിതനാകും. ഗമിക്കുക എന്ന് പറഞ്ഞാൽ ഗമിഷ്യന്തി എന്ന് പറഞ്ഞാൽ ഗമിക്കും എന്ന് പറഞ്ഞാൽ അതിലേക്ക് അവന്, അതായത് ആ രക്തത്തിൽ നിന്നുണ്ടാകുന്ന അസുരന്മാരെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസുരന്മാരെയൊക്കെ നീ ഭക്ഷിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അസുരന് ക്ഷീണം ഉണ്ടാകും, രക്തമില്ലാതെ ക്ഷീണിതനാകും, അവൻ നശിക്കുകയും ചെയ്യും. ഭക്ഷ്യമാണസ്ത്വയാ ചോഗ്രാഹ ഭക്ഷ്യമാണാഹ ത്വയാ ഉഗ്രാഹ ചോഗ്രാഹ. അപ്പം ഉഗ്രന്മാരായ ആ അസുരന്മാരെ ഭക്ഷ്യമാണ് അങ്ങയാൽ ഭക്ഷിക്കുകയാണെങ്കിൽ, കാളിയോട് പറയാണ് നീ അവരെ ഇങ്ങനെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉൽപ്പത്സ്യന്തി അവരെ മറ്റുള്ള രക്തബീജന്മാരുണ്ടാവുകയില്ല. ഉൽപ്പത്സ്യന്തി ഉണ്ടാവുകയില്ല. ഇത്യുക്ത്വ താം തതോ ദേവി, ഇപ്രകാരം പറഞ്ഞിട്ട്, ഉക്ത്വ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട്, താം എന്ന് പറഞ്ഞാൽ അവളെ ആ കാളിയോട്, തതോ ദേവി ഇപ്രകാരമെല്ലാം പറഞ്ഞിട്ട് ശൂലേന അഭിജഘാനതം അവനെ തൻ്റെ ശൂലം കൊണ്ട് കുത്തി. ഭക്ഷ്യമാണസ്ത്വയാ ചോഗ്രാഹ നോപത്സ്യന്തി ചാപരേ ഉക്ത താം തതോ ദേവി ശൂലേന അഭിജഘാനതം. അവനെ തൻ്റെ ശൂലം കൊണ്ട് ഇപ്രകാരം പറഞ്ഞിട്ട് കുത്തി ദേവി. മുഖേന കാളീ ജഗൃഹേ മുഖത്തിലേക്ക് ആ കാളി ജഗൃഹേ ഗ്രഹിച്ചു. രക്തബീജസ്യ ശോണിത, ആ രക്തബീജൻ്റെ ശോണിതം എന്ന് പറഞ്ഞാൽ രക്തം മുഴുവനും ഗ്രഹിച്ചു എന്നർത്ഥം.